നമുക്കറിയാവുന്ന 7 കോണ്ടിനെന്റ്സിന്റെ കൂടെ ഭൂമിയിൽ ഒരു 8th ഹിഡൻ കോണ്ടിനെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ ഇതാ, സീലാൻഡിയ എന്ന 8ാമത്തെ കോണ്ടിനെന്റ് ആണ് 375 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സീലാൻഡിയയുടെ 95% വരുന്ന പ്രദേശവും ടാസ്മാൻ കടലിന്റെ അടിയിലാണ്. എന്നാൽ ന്യൂസിലൻഡ് പോലെയുള്ള സ്ഥലങ്ങളാകട്ടെ ഈ കോണ്ടിനെന്റ് കടലിന് മുകളിലിരിക്കുന്ന ബാക്കി 5% പ്രദേശത്തും. കഴിഞ്ഞ വർഷം ഈ സ്ഥലത്ത് നടത്തിയ പഠനത്തിന്റെ ഫലമായിട്ടാണിപ്പോൾ റിസർച്ചേഴ്സ് സീലാൻഡിയയുടെ കംപ്ലീറ്റ് ജിയോളജി മാപ്പ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തൃതിയുള്ള സീലാൻഡിയയുടെ വലിപ്പം പറയാനാണെങ്കിൽ അത് ഇന്ത്യയെക്കാട്ടിൽ വലുതും എന്നാൽ ഓസ്ട്രേലിയയേക്കാൾ ചെറുതും ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പണ്ട് 1642 ഡച്ച് എക്സ്പ്ലോറർ ഏബൽ ടാസ്മാൻ സീലാൻഡിയ പ്രദേശത്ത് കടലിനടിയിൽ ഒരു വലിയ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ആരും തന്നെ അയാളെ അന്ന് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇന്നാകട്ടെ ഹൈടെക് മാപ്പിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കടലിനടിയിൽ കിടക്കുന്ന സീലാൻഡിയെ കണ്ടുപിടിക്കാൻ പറ്റി. അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും പോലത്തെ കോണ്ടിനെന്റ്സിൽ നിന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ വിട്ടുപോയ സീലാൻഡിയ ഇന്നും ഒരു ആക്റ്റീവ് ജിയോളജിക്കൽ സോണാണ്. എന്നുവെച്ചാൽ ഈ കോണ്ടിനെന്റ് ഇപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വേൾഡ് മാപ്പിൽ 8ാമത്തെ കോണ്ടിനെന്റ് ആയിട്ട് സീലാൻഡിയനെ ആഡ് ചെയ്യണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?